ഹലോ ഗൈസ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് എൻ്റെ വക ചിക്കൻ കറി. അപ്പോൾ നമ്മളിതാ ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പോയി കഴുകിയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി നമ്മുടെ അമ്മുവിൻ്റെ വകയാണ്. അപ്പോൾ ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവൾ എടുക്കുകയാണ്. നമ്മൾ നല്ലോണം തക്കാളി സബോളയൊക്കെ നല്ലോണം ചേർത്തിട്ടാണ് ഇന്ന് ചിക്കൻ കറി വയ്ക്കുന്നത്. എല്ലാവരും തക്കാളിയും സബോളയും ചേർക്കും, പക്ഷെ നമ്മൾ കുറച്ച് ചിക്കനിലേക്ക് തോനെ ചേർക്കുന്നുണ്ട്. 2 സബോള, അല്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 സബോള, ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, 2 തക്കാളി, ഇതൊക്കെയാണ് ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഇന്നെല്ലാം അമ്മുവിൻ്റെ വകയാണ്. അത് അരിയലും കറി ഉണ്ടാക്കലും ഫുൾ അമ്മുവിൻ്റെ വകയാണ്. നമ്മൾ കരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിയാം. ഇപ്പോൾ നമ്മൾ കറി വെക്കാൻ തുടങ്ങി. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായ സബോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തു. അതിലേക്ക് വേണ്ട മസാല, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, ബാക്കി കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കനിൽ കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂട്ടി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മു പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കർക്കിടകം 1 ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചിക്കൻ വാങ്ങിയതാണ്. നാളെ തൊട്ടിട്ട് ഇറച്ചി മീനൊന്നും കൂട്ടണ്ടെന്ന് വിചാരിക്കുന്നു, കർക്കിടക മാസം കഴിയുന്നോടം വരെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങി കറി വെച്ച്. അപ്പോൾ എനിക്കൊരാഗ്രഹം അമ്മൂനെയും കൊണ്ട് കറി ഉണ്ടാക്കിച്ചാലോ. നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ, പക്ഷെ അപ്പോൾ ഇന്ന് ഞാൻ അമ്മൂനെയും കൊണ്ട് ചിക്കൻ ഉണ്ടാക്കിച്ചതാണ്. തീ കുറച്ചിടമോ, ചട്ടി വല്ലാതെ ചൂടായമോ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ടോ. സവാള നല്ല മൂത്ത് വരുന്നവരെ നമുക്കിത് ഇങ്ങനെ വെക്കാം. സവാള വഴറ്റുന്നു. അപ്പോൾ സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു പൊടിക്കയില്ല, ഇച്ചിരി ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കാം. കുറച്ച് എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. സവോള നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് ഇളക്കിയാൽ അതങ്ങനെ തന്നെ ആക്കണം. അങ്ങനെ ആക്കണ്ട, മൊത്തം മിക്സ് ചെയ്യും. ഉണ്ടായിരുന്നു ഞാൻ വലിയ കാണാൻ നമുക്ക് തന്നെ നമ്മളിങ്ങനെ എടുക്കും. ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം.
നമ്മൾ മാറ്റി വെച്ചു. നമ്മുടെ തക്കാളിക്കുട്ടൻ ഇട്ട് കൊടുത്തു. നമുക്കിത് നടുക്കേട്ട് വെച്ചിട്ട് ഈ സവോള വെച്ചതിന് ഇടാം. നമ്മൾ കഴിച്ച് ഓടും. ഇത് നമുക്ക് മൂടി വെക്കാം. നമുക്കിതിൻ്റെ മൂടി തുറക്കാം. തക്കാളി നല്ലോണം ഉടയ്ക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയും സബോളയും കൂടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം. ഇത് നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടീൻ്റെ പച്ചമണം ഒന്ന് മാറുന്നോടം വരെ അത് മാത്രമായിട്ടൊന്ന് ചൂടാക്കണം. നമ്മൾ ചിക്കൻ മസാല ഇടാതെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ കൂടെ ഇട്ടിട്ടുള്ള വെറൈറ്റി ചിക്കൻ കറിയാണ്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പെപ്പർപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാ പൊടിയും എല്ലാം ഒഴിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമ്മൾ നല്ല ഇളക്കുക. നമ്മുടെ പച്ച മണമൊക്കെ മാറി. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് നമുക്ക് നന്നായി ഇളക്കി ഒന്ന് കൊടുക്കാം. ചിക്കനിലേക്ക് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. നല്ലോണം ഇത് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം. ഇതെല്ലാം ഓക്കെ, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ അമ്മു ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ അടുത്തത് നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിയതായിരുന്നേ. അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടി അമ്മു അടുത്ത ചപ്പാത്തി ചുടാൻ പോകും. ഈ പാൻ വെച്ചു, റെഡിമെയ്ഡ് മേടിച്ച് വന്നത് ഞാൻ പൊട്ടിച്ചിപ്പോൾ. ഇനി ഒരു പ്ലേറ്റും ഒരു സ്പൂണും. ഇപ്പം നമുക്ക് മേശയായി പ്ലേറ്റ്, സ്പൂൺ. ഇനി ചട്ടി ചൂടാവുന്നേരെ നമ്മുടെ ചപ്പാത്തി കൂട്ടം എടുത്തു. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. കേട്ടോ ഇവിടെ കുമ്പളങ്ങൾ പൊന്തി വരാൻ തുടങ്ങി. അതിനൊന്ന് സ്വസ്ഥമായിട്ട് വേവാൻ വിടടി, അതൊന്ന് സ്വസ്ഥമായി വേവട്ടെ. പാവത്തിന് അവളിട്ട് തേച്ചൊരു പരുവാക്കുകയാണ്. ഞാൻ തേക്കാൻ തേപ്പ് കിട്ടിയോ? നമ്മുടെ അടുത്ത കുട്ടനെ കുപ്പാൻ പോവാണ്. അയ്യോ, നമ്മുടെ ചപ്പാത്തി ഇതാ ഒന്ന് റെഡിയായി. ഇനി അടുത്ത കുട്ടനെ ഇതാ ഇരുന്നു. അതിൻ്റെ സൈഡൊന്നും വന്നില്ലേ അമ്മ? ഇങ്ങനത്തെ ഉണ്ടോ? ചട്ടി ചൂടായെങ്കിൽ ഓവർ തീ വേണം. അവൾ തുടങ്ങിയിട്ട് പരത്താൻ. പാവം ചപ്പാത്തി എന്ത് ദ്രോഹം ചെയ്തോ, അതിനൊന്നും മര്യാദയ്ക്ക് വേവാൻ പോലും സമ്മതിക്കില്ല എൻ്റെ കുട്ടി. ഇങ്ങനെ ആക്കിയല്ലോ കൊമള കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ആക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ അതാ പൊന്തി വരുന്നുണ്ട്. എങ്ങനെ ആക്കിയിട്ടാ ഇങ്ങനെ ആക്കണം, അപ്പോഴാണ് ഇപ്പറ സൈഡ് വേവുക. കണ്ടോ? അയ്യോ, എനിക്ക് വയ്യ. വേവട്ടെ. ചപ്പാത്തി വിചാരിക്കുന്നുണ്ടാവും പ്രസ് കടന്ന് പരന്ന് ചതഞ്ഞരഞ്ഞ് പാക്കറ്റായി ഇവിടെ വന്ന് ചുടുന്നേരം അതിനൊരു സമാധാനം കൊടുക്കുന്നില്ല. അതിനിട്ട് ഒരച്ച ഞെക്കി പീഞ്ഞ് പദം വരുത്താണല്ലോ എന്നേന്ന് പാവം ചപ്പാത്തി. എന്താ നമ്മുടെ ചിക്കൻ കറി ചാറൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫാക്കി. ഇനി നമുക്ക് ഇത്ര ചാറ് വേണം കേട്ടോ, ചപ്പാത്തി ആയതുകൊണ്ട്. ഇതാ നല്ല ഇതാ
ഇതാണ് നല്ല കറി. ഞാൻ ചാറ് വെച്ചാട്ടെ, എനിക്ക് ഇതൊക്കെ നല്ല ചപ്പാത്തി ചാറ് കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതാ മെയിൻ ഐറ്റത്തിലേക്ക് പോവാം. അവൾക്ക് വിശന്നിട്ട് വയ്യ, അവള് മതിയോ മതിയോ എന്ന് പറയുന്നുണ്ട്. അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പിന്നെ കാണാം. ബായ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.